കണ്ണാടി നോക്കുന്ന ഒരു ശീലം കൂടി ഈ പടത്തിന്റെ ട്രെയിനിങ് സമയത്തും അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇല്ലൊക്കെ എഴുതി കാണിക്കും. അങ്ങനെ പലതുണ്ട്. 2K കിഡ്സിന്റെ കോച്ചായിട്ടാണല്ലോ ഇതിനകത്ത് വരിക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാൻ ഞാൻ പറയട്ടെ, ഒരു 1990 കഥ ഇറക്കണമെങ്കിൽ 2K കിഡ്സ് എന്ന് പറയാൻ പറ്റും. പ്ലസ് ടു പഠിക്കണ കാലഘട്ടം കാണിക്കണില്ല. നമ്മളുടെ തന്നെ ഒരു അഴക് ആസ്വദിക്കുക. മറ്റേ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം എന്ത് സ്ത്രീകൾക്ക് വേണമെങ്കിൽ എന്റെ ഇറക്കം പറയാം. രക്ഷപ്പെട്ട ആള് സോഫ്റ്റ്. നിങ്ങളിപ്പോ ഒരു ദ്രോണാചാര്യാന്ന് ചോദിക്കുക. അപ്പൊ കോച്ചും ബിഗിലാണ് പിന്നെ എനിക്ക് ഓർമ്മയിൽ പടത്തിലെ ക്യാരക്ടർ ആണെങ്കിൽ ഞാനും അവനും കസിൻസാ. പക്ഷെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് ഈ കസിനെ പോലെ തന്നെയാ. എന്ന് വെച്ചാ ഒരു സ്ട്രേഞ്ചേഴ്സ് പോലെയല്ല. പിന്നെ അങ്ങ് ബഹിരാകാശത്തായിരുന്നു. ശിവയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വം വഹിച്ചത്. എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ എടുത്തു കൊടുക്കാം, അതാണ് തല തൊട്ടപ്പെന്ന് പറയുന്നത്. മൂപ്പർക്ക് പറ്റണ ആകെ ഒരു കാര്യം ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവർ നകല് കിട്ടും. പുള്ളി ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. പഞ്ച് ലൈൻ പോലെ നോർമൽ ആക്കുന്നതിനേക്കാളും ബിറ്റർ ട്രൂത്ത് മനസ്സിലാക്കണതാണ് നല്ലത്. അങ്ങനെ 6-7 മണിക്ക് ജോജോടെ തോട്ടിനെ ജോജോ എക്സ്പ്രസ് ചെയ്യുന്നത് പറഞ്ഞെത്തിക്കുമ്പോഴാണ് ഇനി നീ ഇന്റർവ്യൂല് ഒന്നും പറയണ്ട. ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. ഏപ്രിൽ മാസം നമ്മൾ കുറേ പിള്ളേരുടെ ഇടി കാണാനാണ് കാത്തിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ അണിയിച്ചൊരുക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയെ പറ്റി സംസാരിക്കുക. ആ സിനിമയുടെ മുഴുവൻ ആക്ടേഴ്സും വന്നിട്ടുണ്ട്. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഈ സാധാരണ ഈ സിനിമകൾ കണ്ടിട്ടാണല്ലോ നമ്മൾ ബോക്സിങ്ങിനെ പറ്റിയിട്ട് സാധാരണ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കിയുള്ള എന്തൊക്കെ തെറ്റിദ്ധാരണ മാറിക്കിട്ടി ഈ പടത്തിൽ ജോയിൻ ചെയ്തപ്പോൾ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബോക്സിനെ കുറിച്ച് ഒന്നും അറിയണ്ടായില്ല. ബേസിക്കലി ഇതിന്റെ വെരി ഫ്രഷ്. അപ്പൊ ഇതിനുവേണ്ടി ബോക്സിംഗ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു പരിപാടി പഠിക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും സ്കില്ല് നമുക്ക് പഠിക്കാമല്ലോ. അപ്പൊ അതായിരുന്നു ഇതിന്റെ എക്സൈറ്റ്മെന്റ്. പിന്നെ നമ്മൾ ഈ സിനിമകൾ കണ്ടിട്ടുള്ള ബോക്സിംഗ് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷെ ഈ സിനിമ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് കോമഡി ജോണറിലാണ് വരുന്നത്. അതിനുവേണ്ടി ഇപ്പൊ റഹ്മാൻക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി പടമാണ് പക്ഷെ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത സ്പോർട്ട് ബോക്സിംഗ് ആണ്. പക്ഷെ നമ്മൾ ബോക്സിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ബോക്സിംഗ് പഠിക്കലാണെങ്കിലും സിനിമക്കകത്താണെങ്കിലും എല്ലാം ബോക്സിംഗ് സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളിൽ കണ്ടിട്ടുള്ള ബോക്സിങ്ങും ഇപ്പോൾ ഇതിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ള ബോക്സിംഗ് അത്രമാത്രം വ്യത്യാസമുണ്ട്. ട്രെയിനർ തന്നെ നമ്മുടെ കോച്ച് തന്നെ ഈസ് എ പ്രൊഫഷണൽ ബോക്സർ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സിനിമയിലുള്ളത് വ്യത്യാസമുണ്ട്. കാരണം നമുക്കത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയോണ്ട് ഡെഫിനറ്റ്ലി ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് സിനിമാറ്റിക്കലി കാണിക്കുമ്പോൾ അതിൻ്റെതായ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കുറെ കാര്യങ്ങൾ. ഈ ഇതില് ഹാഡ് ടു ബി ട്രെയിൻഡ്. നസ്രിൻ അങ്ങനെ സിനിമയിൽ കണ്ടിട്ട് ഉള്ള ഒരു ബോക്സിങ്ങും പിന്നെ പഠിച്ചതും തമ്മിൽ നല്ല വ്യത്യാസം അങ്ങനെ തോന്നിയിരുന്നു? സിനിമയിലല്ല. ഇപ്പൊ ആദ്യം ചോദിച്ചില്ലേ ബോക്സിംഗ് പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള, ഞാൻ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുക വലിച്ചിട്ടിടിക്കുക, എവിടെ വേണമെങ്കിലും ഇടിക്കുക എന്നുള്ളൊരു ഇതിലാണ് വിചാരിച്ചിരുന്നിരുന്നത്. പക്ഷെ ഇതൊരു പ്രോപ്പർ റൂൾ, അതിനൊരു പല മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ റൂൾസ് ഉണ്ട്. ഇതിന് മേളില് അല്ലെങ്കിൽ താഴേക്ക് ഇല്ലല്ലോ, ഫൈറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കുറേ റൂൾസ് ഉണ്ട് അതിൽ. അമച്വർ ബോക്സിംഗിലാണെങ്കിൽ മറ്റേ പ്രോ ബോക്സിങ്ങിനേക്കാളും ഒട്ടനവധി റൂൾസ് കൂടുതലുണ്ട്. അപ്പോ അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി. ബേബിജൻ എന്തൊക്കെയാ ബോക്സിങ്ങിനെ പറ്റി പുതിയത് പഠിച്ച? കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതായത് ഞാൻ ക്ഷമ എന്നുള്ളൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നൊരു കാര്യമാണെന്നുള്ളത് പഠിച്ചു. ഞാൻ ട്രെയിൻ ചെയ്തിട്ടില്ല, എന്നിട്ട് ആരും ട്രെയിൻ ചെയ്തിട്ടില്ല ബോക്സിങ്. മൂവിയിൽ ഞാൻ വേറൊരു കാറ്റഗറിയാണ് പടത്തിൽ. വഴിയെ നിങ്ങൾ മൂവി കാണുമ്പോൾ അറിയുമായിരിക്കും. അതാണ് ആ കോസ്റ്റ്യൂമിലൊരു വ്യത്യാസം. പോസ്റ്ററിൽ ബേബി ബോക്സ് ചെയ്യുന്നില്ല ഇതില്, ബോക്സർ ആയിട്ടല്ല. കോസ്റ്റ്യൂമിന്റെ വ്യത്യാസം. ഇപ്പൊ ശിവയുണ്ട് വേറെ കോസ്റ്റ്യൂം. അതെ, എല്ലാവർക്കും ഈ ബോക്സിംഗ് ഉണ്ടാവും. ശിവയുടെ കാര്യം മാത്രം എന്താ ഒരു ഒലക്ക. അതൊരു ക്യാരക്ടറായി മാറി. അത് അവസാനം ക്ലൈമാക്സ് പക്ഷെ ഇത് ആലപ്പുഴയുടെ ഒരു സൗണ്ടിന്റെ ഒരു ഭാഗമാണ്. ഒലക്ക സൗണ്ട്സ് ആലപ്പുഴ. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും.
ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ആലപ്പുഴയുടെ ഒരു പരിപാടി. ഇല്ലെങ്കിൽ എഴുതി കാണിക്കാം. അങ്ങനെ പലതും അല്ല ഒലക്ക ഒരു പ്രോപ്പർട്ടി ആയിട്ട് കയ്യിൽ ഇപ്പൊ അത് ക്യാരക്ടർ ഞാൻ പ്രോപ്പർട്ടി ഇതിനെ തൂക്കിക്കൊണ്ട് ഈ ടോം ഹാങ്സിന് കാസ്റ്റ് പേര് ബോളൊക്കെ കിട്ടിയ പോലെയാണോ അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം? അത്രക്ക് അത്ര വലിയ ബന്ധങ്ങളൊക്കെ പോകണം. ഇല്ല, അതൊരു ആലപ്പുഴ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അതായത് ഈ വള്ളംകളി പരിപാടിയുടെ ഒരു സോങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒലക്ക കുത്തി താളം ഉണ്ടാക്കി പാടുന്ന പാട്ടുണ്ട് ആലപ്പുഴയുടെ പരിപാടിയായിട്ട്. വഞ്ചിപ്പാട്ട്. അപ്പൊ പുള്ളിയാണോ നിങ്ങൾക്ക് ഇവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കണ? അങ്ങനെ പറയാൻ പറ്റില്ല, ഒന്നും പുറത്തുവിടാനായിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് കൊടുക്കും. 2K കിഡ്സിന്റെ കോച്ചായിട്ടാണല്ലോ ഇതിനകത്ത് വരിക? അല്ല, ആക്ച്വലി 2K കിഡ്സ് അല്ല ഇത്. ഇവര് 90s കിഡ്സാ? അല്ല, ഇത് കുറച്ച് അത്രയും പുതിയൊരു പിള്ളേരല്ലേ. കുട്ടികളെന്നാണ് അതെ അതെ. അപ്പൊ അല്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാൻ നോക്കാം. 1990-ലാണ് കഥ ഇറക്കണമെങ്കിൽ 2K കിഡ്സ് എന്ന് പറയാൻ പറ്റും. പ്ലസ് ടു പഠിക്കണ കാലഘട്ടം കാണിക്കണില്ല, കാലഘട്ടമായിട്ട് കാണിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു ധാരണ. എന്നാലും ഒരു 5 വർഷം തന്നെ മാറുന്നത്. അത് ഈ 2K കിഡ്സ് അല്ലേ, ഈ സ്കിബിഡിയും പൂക്കിയും ഒക്കെ ഉള്ള ഈ ജനറേഷൻ? അല്ല ക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്കിബിഡി ചില ആൾക്കാരെ മോശാന്നും പറയാം. നീ പറഞ്ഞത് അല്ല, അതിന്റെ ഇപ്പൊ എന്താണ് ഒരു പരിപാടി? അല്ല, ഞാൻ പറഞ്ഞതേ ഞാൻ പടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങൾ 2K കിഡ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി 90s കിഡ് ആണെന്നാ. അപ്പൊ അതായിട്ട് സെറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ല, അങ്ങനെ 2K കിഡ്സ് എന്നുള്ളൊരു പരിപാടി ഒന്നും ഇല്ല. പക്ഷെ ഈ സിനിമ എല്ലാവർക്കും ഓക്കെ ആവും. 2K കിഡ്സ് ആണെങ്കിലും അല്ലാതെ 90s ആണെങ്കിലും ഒക്കെ ഓക്കെ. അങ്ങനെ ഒരു ജനറേഷൻ പരിപാടി നമ്മൾ ഇങ്ങനെ ഇപ്പൊ നടക്കുന്നു അങ്ങനൊന്നുമില്ല. എന്നാലും ഒരു സൗണ്ട് ഒക്കെ ഉണ്ട്, ഒരു ഫ്ലേവർ ഉണ്ട് സിനിമക്ക്. ജനറേഷനിൽ ഒരു സാധനം ഉണ്ട്. പക്ഷെ 2K പൂക്കി കൂക്കി ആ കൂക്കിയൊന്നും ഇല്ല. തൂക്കി ലുക്സിലും ഹെയർ സ്റ്റൈലാണ് കുറച്ചും കൂടെ കൂടുതൽ 2K ഫൈലൊന്നും ഡയലോഗ്സിലൊന്നും. അല്ല, അപ്പൊ സിംഗാവൻ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയാം പരസ്പരം. ക്യാരക്ടർ വൈസ് നോക്കുമ്പോഴും ഞാൻ കുറച്ച് ഇവരെ കൂടെ ഉള്ള ആളല്ല ആക്ച്വലി. ഇൻ ദ സെൻസ് അങ്ങനെ ഇവരെ കൂടെ പ്രാക്ടീസിനുള്ള ആളല്ല. ഇവരെ കോച്ചായിട്ട് വരുന്നതാണ്. ജോഷുവയുടെ കഥ വേറെ നടക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് അത് ഞാൻ ആലോചിച്ചിട്ട് വേണം. സിംഗാവുള്ള പ്രശ്നമൊന്നും വേറെ ഇല്ല. അല്ല, മറ്റേ ഈ ഒമേഗയും തൗഫീം തമ്മിലുള്ള പ്രശ്നം എന്താന്ന് തലമാലിൽ ഇതുവരെ അറിയില്ല. അതുപോലെ നിങ്ങളെ ട്രാക്കിങ് വരുമോ? അങ്ങനത്തെ പ്രശ്നം ഉണ്ടോന്ന് ഞാൻ റിലീസായിട്ട് അറിയാം. റിലീസായതിനു ശേഷം അത് അങ്ങനെ ഒരു ഏരിയയും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഉണ്ടാവട്ടെ നല്ലതാണല്ലോ. അല്ല, ഇപ്പൊ നിങ്ങളല്ലേ ഇവിടുത്തെ ഒരു മെയിൻ, അതായത് ഒരു ആശാനം നിങ്ങളാണല്ലോ ഈ കുട്ടികളുടെ. ശരിക്കും നമുക്ക് കുറെ ആശാന്മാരുണ്ട്. ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ മെയിൻ ആശാൻ എന്ന് പറയുന്നത് കോട്ടയം ചെയ്യുന്ന സലീംക്ക എന്ന് പറഞ്ഞ ഓക്കെ. പുള്ളിയുടെ ആശാനാണ് അദ്ദേഹം. പുള്ളിയുടെ ശിഷ്യനാണ്. പുള്ളിയുടെ ശിഷ്യനാണ് അദ്ദേഹം. പുള്ളിയുടെ ആശാൻ എവിടുന്ന് വരുന്നത്? ആരാട്ടാ BC 90s. അപ്പൊ അങ്ങനെ യാദൃശ്ചികമായിട്ട് വരുന്ന ഞാൻ ഇവരുടെ ഇടയിലോട്ട്.